Hi guys, welcome back to our channel XP Yes. അപ്പോൾ ഞങ്ങള് നമ്മള് ലിഫ്റ്റിൽ ഇപ്പം ഇറങ്ങിയതാ. എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞു. നമ്മളിപ്പോൾ ടെഡി ബിയറിന്റെ ഫ്രണ്ടിൽ എത്തിയാണ്ടില്ലേ. അപ്പോൾ നമ്മള് ഓക്കെ എവിടെ പോകുന്നതെന്നല്ലേ ബേബി എവിടെ പോകുന്നത്? എവിടെ പോകുന്നത്? ഓക്കെ, ബേബിയുടെ ആറാമത്തെ രാജ്യം കാണാൻ വേണ്ടി പോവാണ് തായ്ലാൻഡ്. പ്രത്യേകത വേറെയാണ്, കാരണം ഇവിടെ ചാലും സാനിയും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ബിസിനസ് ക്ലാസ്സിലാണ്. അവർ രണ്ടുപേരും മാത്രം പോണല്ലോ കേട്ടോ, ഞങ്ങളാരും പോണില്ല. ഞങ്ങളൊക്കെ പാവങ്ങള്, എക്കോണമിയാണ്. ഞാന്, ഷിമി, ബേബി, ഹാനി ഞങ്ങള് എക്കോണമിയിലാണ്. പക്ഷെ ചാലു ആൻഡ് സാനി അവർ ബിസിനസ് ക്ലാസ്സിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് അവർ ബിസിനസ് ക്ലാസ്സിൽ ട്രാവൽ ചെയ്യണത്. അപ്പോൾ ബേബി അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ തുടരെ കാണാം. അതേപോലെ നമുക്ക് തായ്ലൻഡിലെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, ടെഡി ബിയറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് നേരെ ഗേറ്റിൽ പോവാം. ഗേറ്റ് ചാർലി 24 ആണ്. കുറച്ച് നടക്കാനുണ്ട് ഇവിടെ നിന്ന് കണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഗേറ്റിലോട്ട് നടക്കാം. ബാക്കിയുള്ള കാഴ്ചകൾ പോണ വഴിയിൽ കാണാം. നമ്മൾ കുറച്ച് ഫോട്ടോ എടുക്കൽ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഗേറ്റിലെത്തുന്നതിൻ്റെ മുമ്പായിട്ട്. അവിടെ ഒരു പെട്ടി വീണത് അവർ തന്നെ. അപ്പോൾ ഫോട്ടോ എടുക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കുറച്ച് ഷോർട്സൊക്കെ എടുത്ത്, ഏത് പുതിയ ട്രെൻഡ് അനുസരിച്ചുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെള്ളം കുടിക്കുക. ഓക്കെ, ആനി വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഗേറ്റ് C24 ആണ്. അപ്പോൾ നമ്മൾ ഗേറ്റ് എത്താനായി. അത് നമുക്ക് ഗേറ്റിലോട്ട് പോവാം. അതേ പോകുന്നു ബാക്കിയുള്ളവർ. എല്ലാവരും ഗേറ്റിലേക്കുള്ള നടത്തമാണ്. 24 ആണ് നമ്മളുടേത്. നമ്മൾ ഇവിടെ ഹാർവസ്റ്റ് അല്ല, ഗാർഡൻ്റെ അടുത്ത് എത്തിക്കണ്ടില്ലേ. ഗാർഡൻ്റെ അടുത്ത് കൂടെയാണ് പോകുന്നത്. ബേബി കൂളായിട്ട് നടന്നു പോകുന്നുണ്ട്. ആരും വെള്ളം കുടിക്കുന്നതിനിടയിൽ ഗാർഡൻ അതേ കാണുന്നു. നമ്മൾ C24 ഇതേ കാണുന്നു. അതിന് മുമ്പായിട്ട് ഇവിടെ റെസ്റ്റ് എടുക്കുകയാണ്. ആനിതേ ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ആകെ 4 ഉള്ളു ഇങ്ങനത്തെ. ഓക്കെ, ആള് കണ്ട കല്ല് രണ്ടുപേരത് ബിസിനസ് ക്ലാസ്സുകാര് ഇപ്പൊ പോവാൻ പോവാണ്. ബിസിനസ് ക്ലാസ് 2 VIPs. അങ്ങനെ ബിസിനസ് ക്ലാസ്സുകാരെ നമ്മൾ യാത്രയാക്കുകയാണ്. ഇനി ബിസിനസ് ക്ലാസ്സുകാരെ ഇനി നമുക്ക് ഫുക്കറ്റി വെച്ച് കാണാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബിസിനസ് ഓക്കെ, ബിസിനസ് ക്ലാസ് മിസ്റ്റർ മുഹമ്മദ് ഷിഫാൻ, ബിസിനസ് ക്ലാസ് മിസ്റ്റർ ഷിൻസാൻ. ഓക്കെ, നമ്മളൊക്കെ എക്കോണമി ടിക്കറ്റ്. ഓക്കെ ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾ അവിടെ അങ്ങനെ പോയിട്ടുണ്ട് ബിസിനസ് ക്ലാസ് എന്ന് പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ബിസിനസ് ക്ലാസ് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. രണ്ടാൾ തിരിച്ചു വന്നു. അപ്പൊ നമ്മ ബിസിനസ് ക്ലാസ്സിനെ വിളിക്കണം. ഇത് നമുക്ക് പോയാൽ മതി. നമുക്ക് ബിസിനസ് ക്ലാസ് വരെ കുറച്ചേരം കൂടിയും കാണാം. അവരെ കാണാം. അവരെ അപ്പുറത്തെ ലൈനിൽ കൂടിയാണ് വിട്ടത് VIPsല്. അതെ, ബേബി ഇവിടെ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബി ചിപ്സ് ഒക്കെ ഇപ്പൊ തന്നെ തീർക്കാണ്. അതെ
ആ ഓക്കെ. ബേബിയുടെ ഇപ്പൊ ഫിനിഷ് ആവുംല്ലേ ഹാനി? ആ കൊഴപ്പില്ല. ഹാനിയുടെ സ്പൈസി അല്ലേ ബേബി കഴിക്കൂല. അല്ല രണ്ടാളപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്, ഞങ്ങൾ ഈ സൈഡിൽ കൂടെ. ചാലോ അവിടെ നോക്ക്, അവിടുത്തെ വാപ്പവും ഇവിടെ സെപ്പറേറ്റഡാ. ബിസിനസ് നമ്മള് കരുതിയത് നമ്മളിനി ഇവർ അവിടെ വെച്ചിട്ടേ കാണുള്ളൂ എന്നാണ്. പക്ഷെ അല്ല, നമ്മളെ കൂടെ തന്നെയാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മാറ്റാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത് കാരണം രണ്ടാള് നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. പാരന്റ്സ് കൂടെ ഇല്ലാത്തോണ്ട് അവര് ഞങ്ങളെ കൂടെ തന്നെ വിട്ട്. അതെ അതെ. അപ്പൊ ഇവിടുന്ന് ഉള്ളിന്ന് വേണമെങ്കിൽ പോരെ കയറ്റി വിടാൻ. നമ്മളെല്ലാരും അങ്ങനെ സീറ്റിലൊക്കെ ഇരുന്നു. സീറ്റിൽ ബേബി അവിടെ തൊട്ടപ്പുറത്ത് ഷിന്നി, പിന്നെ ഹാനിതേ ഇരിക്കുന്നു. ഹാനി, ബാക്കിയുള്ള രണ്ടുപേരും ബിസിനസ് ക്ലാസ്സിലാണ്. അവരങ്ങോട്ട് പോയി. ബേബിയുടെ വീഡിയോ സെറ്റാക്കാനുള്ള പരിപാടിയിലാണ്. ഇറക്കി അവളുടെ കളറിങ് കിട്ടി. നമ്മളിത് ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. What is that, baby? Wow, super, super, baby, super. Wow, are you drawing? Okay, baby. Food vannu, baby യുടെ food. Yes. Food. Chimire food എത്തി. ഫുഡ് അടിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു 1.5 മണിക്കൂറോളൊക്കെ കഴിയുണ്ടാവും. അതിന് ശേഷം നമുക്ക് പിന്നെ സ്നാക്സ് തന്നത് ഒരു സാൻഡ്വിച്ചും ഒരു ജ്യൂസും ഉണ്ടായിരുന്നു. ഞാൻ ബേബിക്ക് വേണ്ടിയിട്ട് സ്പ്രൈറ്റ് വാങ്ങിച്ച്, ഞാനൊരു സ്പ്രൈറ്റ് കുടിക്കാമെന്ന് കരുതിയിട്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും സ്പ്രൈറ്റ് വാങ്ങിച്ചിട്ടാണ് കുടിച്ച്. സാധാരണ ബേബിക്ക് അങ്ങനെ കൊടുക്കാറൊന്നുമില്ല സ്പ്രൈറ്റ്. പിന്നെ ഇപ്പോൾ ഒരു സ്പെഷ്യലായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ബേബിക്ക് വാങ്ങിച്ചു കൊടുത്തതാണ്. ഫുഡ് കഴിച്ചതിന് ശേഷം ബേബി സുഖമായിട്ട് കിടന്നുറങ്ങി. കാരണം നമുക്ക് അങ്ങോട്ട് ഒരു 6 മണിക്കൂർ 7 മണിക്കൂറോളം അടുപ്പിച്ച് ഫ്ലൈയിങ് ടൈം ഉണ്ടായിരുന്നു. ബേബിയുടെ ഉറങ്ങുന്ന ടൈം ആയതുകൊണ്ട് ആൾ ഫുഡ് അടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി. ഇപ്പോഴും ഉറങ്ങേ. നമ്മള് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഉറക്കക്ഷീണത്തിലാണ്. അവള് ലാസ്റ്റ് ടൈമാണ് ഉറങ്ങിയത്. അങ്ങനെ നമ്മളുടെ ലഗേജ് എല്ലാം കിട്ടി. ഓക്കെ, നമ്മൾ ഓൾറെഡി സിം എടുത്തിട്ടുണ്ടായിരുന്നു. സിം അവിടുന്ന് ഈ സിം നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വന്നുകൊണ്ട് തന്നെ നമുക്ക് ഡാറ്റ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. നേരത്തെ ആക്ടിവേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സിം. ഇവിടെ വന്നപ്പോൾ ഓണാക്കുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഗ്രാബ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മുമ്പ് മലേഷ്യ പോയ സമയത്തും ഗ്രാബാണ് ഉപയോഗിച്ചത്. അപ്പോൾ അതിൽ ബുക്ക് ചെയ്തിട്ട് വണ്ടി വിളിക്കണം, എന്നിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് പോകണം. അതാണ് പരിപാടി. യെസ്, കുറച്ച് നേരം ഉറങ്ങണം. കാരണം ഇവരൊക്കെ കുറച്ചൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടില്ല. സമ്മതിച്ചു. ആരും ഉറങ്ങിയിട്ടില്ല. സമ്മതിച്ചു. ഓക്കെ, അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ നമ്മളെ ലഗേജ് കിട്ടി. അപ്പോൾ നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. ഓക്കെ ബേബി. അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ തള്ളി പുറത്തേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. പുറത്തെ കാഴ്ച ഇതുവരെ കറക്റ്റായിട്ടൊന്നും കിട്ടിയിട്ടില്ല. കിട്ടിയാ? ഓ, നീ വിൻഡോ സീറ്റ് ആയിരുന്നു. ഓക്കെ, നമ്മളെ ബോൾട്ടിലാണ് വണ്ടി ബുക്ക് ചെയ്തത്. അപ്പോൾ എയർപോർട്ടിൽ ശരിക്കും പുറത്തേക്ക് നമ്മൾ നടന്നു വന്നു. അതിനുശേഷം വണ്ടി കിട്ടിയത്. അപ്പോൾ ഇതാണ് വണ്ടി. അപ്പോൾ നമ്മൾ കാരണം ഈ ബോൾട്ടിൻ്റെ ഇത് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ല. ആള് പുറത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റിനോട് ചോദിക്കുകയും ചെയ്ത്. അപ്പോൾ അതിൻ്റെ പിക്കപ്പ് പോയിൻ്റ് പുറത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് വന്നതിന് ശേഷമാണ് വണ്ടി കിട്ടിയത്.
നമ്മൾ 6 സീറ്റർ വണ്ടിയാണ് എടുത്തത്. കാരണം നമ്മൾ 6 പേരുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കൂടി പോകാൻ വേണ്ടിയിട്ട് 6 സീറ്റർ വണ്ടി എടുത്തു. ഓക്കെ, നമ്മളുടെ നല്ല അടിപൊളി വണ്ടിയാണ്. അടിയിലെ ഇതാണ് നമ്മളെ ഡ്രൈവർ. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റായി. ഓക്കെ, ബേബി ഒന്ന് പേടിച്ച് റോഡ് ക്രോസ് ചെയ്യണ സമയത്ത്. ഇല്ല ബേബി ഓക്കെ അല്ലേ? ബൈ. അപ്പോൾ ഓക്കെ, നമുക്കപ്പോൾ യാത്ര തുടങ്ങാം. ഓക്കെ, നമ്മൾ ശരിക്കും ഇത് മലേഷ്യയുടെ ഒക്കെ ഒരു ഇത് വരുന്നില്ല ഇപ്പോൾ, ആ പോയിൻ്റെ ഒരു തന്നെയാണ് കാണുന്നത്. നമുക്കിനിപ്പോൾ റൂമെത്തി അവിടെ നിന്ന് സെറ്റ് ആയതിനു ശേഷം ബാക്കി പരിപാടികൾ നോക്കാം. ശരിക്കും നമ്മൾ നാട്ടിലെ അതേ ഫീല് കണ്ടില്ലേ? പാടവും പുഴയും ഒക്കെ ആയിട്ട് നല്ല മലകളൊക്കെ കണ്ടില്ലേ? റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. നല്ല വലിയ റോഡിന് ഭാവിയിൽ കാണാം ഇവിടെയൊക്കെ. നമ്മൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ ഹോട്ടലിലേക്ക്. നമ്മൾ ഏർലി ചെക്കിൻ നേരത്തെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ ചെക്കിങ്ങിൻ്റെ ടൈമൊക്കെ 2 മണിയാണ് അല്ലേ? ചെക്കിങ്ങിൻ്റെ 2 മണിയല്ലോ പറഞ്ഞേ? 2 മണിയാണ്. നമ്മൾ നേരത്തെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് ഏർലി ചെക്കിങ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ അത് ശരിയാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പം എന്തായാലും നമ്മളവിടെ പോയിട്ട് നോക്കണം എങ്ങനെയാണെന്നുള്ളത്. അത് കൂടാതെ പുറത്തുള്ള കാഴ്ചകളും കണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും. ഓൾമോസ്റ്റ് നമ്മളെ ഒരു നാടുമായിട്ട് കുറേ സാമ്യമുള്ള പല പല കാര്യങ്ങളും ഉണ്ട്. കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാലൊക്കെ അറിയാം. നമ്മുടെ പല വീടുകളുടെയൊക്കെ സ്റ്റൈലും ഇതൊക്കെ ആയിട്ടുള്ളതാണ്. അത് നമ്മൾ മുമ്പ് മലേഷ്യയിൽ പോയ സമയത്തും അതുപോലത്തെ ഇതുകൾ തന്നെയായിരുന്നു കണ്ടിരുന്നത് അല്ലേ? അതെ, തെങ്ങും വാഴയും അതേപോലെ പാടങ്ങളും റബ്ബറിൻ്റെ ഇതുകളൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത മലേഷ്യയുടെ അതേ സെയിം പോലെ ക്ലൈമറ്റ് ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരുന്നുണ്ട്. നമ്മളൊരു യൂറോപ്പ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലായിരിക്കും പെട്ടെന്നൊരു വ്യത്യസ്തമായ ഒരു അന്തരീക്ഷവും പിന്നെ ഇതൊക്കെ കാണുള്ളൂ. ഒരു പള്ളിയുടെ പണി നടക്കുന്ന കണ്ടില്ലേ? പള്ളിയുടെ പണിയാണ് നടക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കാഴ്ചകളും കണ്ടിങ്ങനെ പോവാണ്. നമുക്കൊരു അരമണിക്കൂറിലും കൂടുതലുണ്ട് നമ്മളെ ഹോട്ടലിൽ എത്താൻ വേണ്ടിയിട്ട്. അവരെല്ലാവരും ഇറങ്ങിയ യാത്ര ചെയ്തതിൻ്റെ ആ ക്ഷീണവും പിന്നെ പുറത്തെ കാഴ്ചകളും കണ്ടിരിക്കണം എല്ലാവരും. ഓക്കെ, ഞാനും കാണിച്ചില്ല കുറച്ച് പുറത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇല്ലേ? പുറത്തെ കാഴ്ചകൾ അടിപൊളി കാഴ്ചകളാണ് പുറത്തത്. നല്ല തെളിഞ്ഞ് കിടക്കുന്നുണ്ട് ഈ സമയത്ത് കണ്ടില്ലേ? നല്ല തെളിഞ്ഞ് കിടക്കുന്ന കാലാവസ്ഥയാണ്. അതേ അവിടെ വലിയൊരു മല, അതിൻ്റെ ഒരു പാലക്കാട് സ്റ്റൈൽ ഇത് ഈ ഭാഗത്ത് കാണാൻ കണ്ടില്ലേ? ആ വണ്ടിയിൽ ആളുകളെ കൊണ്ടുവരണ്ട. ഈ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണ പോലെ ഉണ്ടല്ലോ. ബൈക്കുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇവിടെ റെന്റിന് ബൈക്ക് കിട്ടുന്നതുകൊണ്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് അങ്ങനെ പോകുന്നത്. ക്രിസ്ത്യൻ പള്ളിയാണ് അത്, അറിയില്ല. സാനിതേ ഉറക്കത്തിലാണ്. സാനി കണ്ടില്ലേ? നമ്മൾ അവിടുന്ന് സാധാരണ പറഞ്ഞ പോലെ എമിഗ്രേഷനിൽ വലിയൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എമിഗ്രേഷനിൽ നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണ സമയത്ത് എത്ര പൈസ നമ്മളെ കയ്യിൽ വേണം, അതേപോലെ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണം, അങ്ങനെ പല ഇതുകൾ പറയും. ഞങ്ങൾ ആകെ എടുത്തത് TDSC എടുത്തു. അത് മാത്രമേ അവിടെ ചോദിച്ചുള്ളൂ. ബാക്കി പാസ്പോർട്ടും കൊടുത്തു, TDSCയുടെ പേപ്പറും കൊടുത്തു, വേറെ ഒന്നും ചോദിച്ചില്ല. എമിഗ്രേഷനിൽ ആകെ നമ്മൾ ഫിംഗർ വെച്ചു, അതേപോലെ ഒരു ഫോട്ടോ എടുത്ത് ആ TDSCൻ്റെ പേപ്പറും ചെക്ക് ചെയ്തിട്ട് അവർ സിസ്റ്റത്തിൽ അടിച്ചു. അപ്പോൾ തന്നെ വന്നു. വളരെ പെട്ടെന്ന് എല്ലാം കഴിഞ്ഞു അതൊക്കെ. പക്ഷേ നിങ്ങൾ സാധാരണ വരുന്നുണ്ടെങ്കിൽ ഈ TDS ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇനിയിപ്പോൾ അത് ചെയ്യാതെ വന്നു കഴിഞ്ഞാലാണ് പിന്നെ അവിടെ കുറച്ച് നേരം നിൽക്കേണ്ട അവസ്ഥ വരണത്. അത് ചെയ്തു വരാമെങ്കിൽ വളരെ പെട്ടെന്ന്, ഇപ്പോൾ തിരക്കൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പരിപാടി എല്ലാം കഴിയും. ഭയങ്കര എളുപ്പമായിരുന്നു പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. ഈ ഡോക്യുമെൻറ്റ്സ് വേറെ കാര്യങ്ങളൊന്നും ചോദിച്ചില്ല.
സാനിതേ ഉറക്കമായണ്ടില്ലേ? ബേബി ഇപ്പോഴും ഉറങ്ങാതിരിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയി. വെൽക്കം ടു ഫുക്കറ്റ് എന്നുള്ള ബോർഡ് ഉണ്ടായിരുന്നു, അത് എടുക്കാൻ വേണ്ടി നോക്കിയതാ, പോയി. ഇടയ്ക്കിടക്കിനെ വീഡിയോ എടുക്കുന്ന സമയത്ത് പല പല ക്ലാരിറ്റിയിൽ വരും. കാരണം ഇപ്പോൾ ഒരു മേഘാവൃതമാണ്. കാരണം എപ്പോഴും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ നല്ല വെയിലായിരുന്നു, ഇപ്പോൾ വെയിൽ പോയി. അപ്പോൾ വെതറിൻ്റെ ഇതിങ്ങനെ തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക്. നമ്മൾ ഫൈനലി ഒരൊറ്റ മിനിറ്റിനേ ഉള്ളൂ നമ്മളെ ഹോട്ടലിൽ എത്താനായി. നമ്മളെ ഹോട്ടലിനടുത്തോട്ട് പോവാണിപ്പോൾ. അപ്പോൾ നമ്മളെ ഹോട്ടലിലോട്ടുള്ള ടേണിങ്ങിലെത്തി. ഇതല്ലേ ലുലു? ഈ കാണുന്നതല്ലേ? ഇതേ കാണുന്നു ലുലു. ആ അതേ കാണുന്നു ലുലു. ലുലു ഇതേ കാണുന്നു. കണ്ടില്ലേ ലക്ഷ്മി? ആ സൈഡിലാണ് ലുലു കറക്റ്റ് ആയിട്ടുള്ളത്. ഇതാണ് ഗ്ലാസ് ഹൗസ് ലയൺ കഫേ എന്നൊക്കെ കണ്ട. അതിന്റെ ഫ്രണ്ടിലുള്ളതാണ് ഇല്ല ഇത്. ഓക്കെ, യെസ്, ദിസ് ഈസ് ലുലു. ഓക്കെ, നമ്മൾ സ്ഥലത്തെത്തി. അപ്പോൾ നമുക്കിനി ഇറങ്ങാം. നമ്മളെ ലുലു ഹോട്ടലെത്തി. ഓക്കെ, പിന്നെ ഇറങ്ങി ബാക്കി നോക്കാം. ഓക്കെ, എന്താക്കി അങ്ങനെ നമ്മൾ ഇറങ്ങി. ഇതാണ് അപ്പം നമ്മളുടെ ലുലു ഹോട്ടല്. അത് നമുക്ക് റിസപ്ഷനിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ്. അവിടെ ആരൊക്കെയോ അവിടെ ക്ലീനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ ഇരിക്കുക. ആനി അവിടെ ഓൾറെഡി കയറി. യെസ്, അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ റിസപ്ഷൻ. ഇതേ കാണുന്നു, ലുലു റിസപ്ഷൻ. ഓക്കെ, നമ്മളെ വണ്ടി ഇത് റിവേഴ്സ് എടുത്ത് വരുന്നു. എന്നിട്ട് വേണം ലഗേജ് കൂടെ ഇറക്കാൻ. ഓഫ്, സാനി വന്ന ഉടനെ തന്നെ ഇരുന്ന ആള്. ഓക്കെ, നമ്മളെ പെട്ടി ഇറക്കടാ, ബാഗ് ഇറക്ക്. അപ്പോൾ നമ്മുടെ നാളത്തെ പ്ലാൻസ് ആയിട്ട് ഉമ്മയും വാപ്പയും അവർ ഭയങ്കര ചർച്ചയിലാണ്. ഇവിടെ നമ്മൾ 3 ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കാം. ബോറടിച്ചിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവരുടെ അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തായ്ലാൻഡ് പറഞ്ഞ് ഞങ്ങളുടെ ഉള്ളിലിരുന്നു വാപ്പ സാനി ഹാനി ഞങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഈ റൂമിലെ വൈഫൈ കുറേ ഫ്രണ്ട്സ്. ഇതൊരു റിസപ്ഷനാണ്. ഇവിടുന്ന് എൻട്രി അടിച്ചതിലൊക്കെ റൂമിലും. അപ്പോൾ ഇത് വൈഫൈ ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ വൈഫൈ എടുത്ത് നോക്കണം. നമ്മളെ റൂം റെഡി ആവാൻ കുറച്ചൊരു അരമണിക്കൂർ സമയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴാണ് നമ്മളോട് റിസപ്ഷനിലെ സ്റ്റാഫ് പറയുന്നത് 7-Eleven തൊട്ടടുത്താണെന്ന്. നടന്നു പോകാനുള്ള ആ ബിൽഡിംഗ് ആണെന്നാണ് പറഞ്ഞത്. തൊട്ടടുത്ത്, അത്രയും അടുത്ത് കണ്ടില്ലേ? ആ ബിൽഡിങ് അത്രയും അടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഒരു അരമണിക്കൂർ സമയം വേണം അവർക്ക് റൂമൊന്ന് സെറ്റാക്കാൻ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ലഗേജെല്ലാം ഇവിടെ തന്നെ വെച്ചു. അതിനുശേഷം അവിടെ 7-Eleven പോയിട്ട് തിരിച്ചു വരാനായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇത് ഇറങ്ങിയാണ്. നമ്മളെ തൊട്ട ഫ്രണ്ടിലുള്ളൊരു കഫേ, അതിൻ്റെ ഒരു വിവരം കൂടി പറഞ്ഞുതരാം. ആ തൊട്ട ഫ്രണ്ടിലുള്ള കഫേയിൽ ചെറിയ സിംഹക്കുട്ടിയെ അവർ ഇതാക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കഫേയിൽ പോയിട്ട് അതിനെ ഇതാക്കാനുള്ളതില്ല, കാരണം അത് ടിക്കറ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് അവിടെ പോയി വന്നതിന് ശേഷം നമ്മൾ ടൈഗർ പാർക്കിൽ പോകാനുള്ള പരിപാടി ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഓക്കെ, 7-Eleven ഇതാണെന്നാണ് പറഞ്ഞത്. 7-Eleven. ഓക്കെ, അപ്പോൾ നമുക്ക് 7-Eleven പോകാം. ഓക്കെ, ഇതാണ് 7-Eleven എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല 7-Eleven എന്നുള്ളത് എങ്ങനെയാണെന്നുള്ളത്. ആ 7 കഴിഞ്ഞതിന് ശേഷം സെൻട്രൽ 11 ലെറ്റേഴ്സിൽ എഴുതിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ 7-Eleven വന്നു. ഇത്രയും അടുത്തായിരുന്നു. ഇതേ കാണുന്നത് നമ്മളുടെ ലുലു ഹോട്ടൽ കണ്ടില്ലേ? ലുലു അവിടെ കാണുന്നു, 7-Eleven ഇവിടെ കാണുന്നു. എന്തടുത്താ? അപ്പോൾ പിന്നെ നമുക്ക് എന്താ ഇത്ര അധികം പ്രശ്നം? 7-Eleven കയറൂ. ഓ, 7-Eleven ശരിക്കും സൂപ്പർ മാർക്കറ്റാണ്. 7-Eleven വന്നിട്ട് ഇത് പർച്ചേസിങ്ങിൻ്റെ റെഡിയായി. പർച്ചേസിങ്ങിൻ്റെ പരിപാടി നടക്കുകയാണ്. പോവാം. ഇൻസ്റ്റന്റ് ബർഗറാ? ഓ ശരിയല്ലേ, ഇൻസ്റ്റന്റ് ബർഗർ.
ഇൻസ്റ്റന്റ് സാൻഡ്വിച്ച് ചൂടായി കൊടുക്കൂലേ? ഓ അങ്ങനെ വരട്ടെ. ഫുഡ് അപ്പോൾ റിയൽ ടൈം നമ്മളോട് എടുക്കുക, അവർ ചൂടാക്കി തരും, അത് കഴിക്കാം. പറയണത് നമ്മളവിടുത്തെ 4 റിയാലാ. അതെ, അപ്പൊ കുഴപ്പമില്ല, നല്ലതാ. ഓ എക്സ്ചേഞ്ച് റേറ്റ് വ്യത്യാസം ഉണ്ടല്ലേ? ഞാൻ മറന്നു. കൊയ്യോ ബനാന ജ്യൂസ്, ബേബി സ്ട്രോബെറി. നമ്മളിവിടെ 7-Eleven നിന്ന് വന്നു. എന്നിട്ട് തൊട്ടടുത്ത കാരണം പെട്ടെന്ന് പോയി വരാവുന്നുള്ളൂ. നമ്മൾ തൊട്ടടുത്ത്. അപ്പോൾ അവിടുന്ന് ജ്യൂസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. എന്നിട്ട് ഇവിടെ ബാക്കിയുള്ളവർ ഒരു റൂം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ റൂമിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോയതിന് ശേഷം കുറച്ച് റെസ്റ്റ് എടുക്കാതിന് ശേഷം 1 മണിയാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ്. നമ്മളെ ലഗേജ് എല്ലാതും ഫസ്റ്റത്തതിൽ ഷിമി ടീംസൊക്കെ 6th ഫ്ലോറിലാണ് റൂം. അപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പെട്ടി നമ്മളുടെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി മുകളിൽ പോയിട്ട് നമുക്ക് റൂമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. ഓക്കെ, ഞാനും ചാരും വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിംഗ്. ബേബി ഇവിടെ ഇതിനു വേണ്ടി കാത്തു നിൽക്കുക. അപ്പോൾ അവരിത് ഓടിപ്പോയി റൂമിലോട്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കട്ടെ. അപ്പോൾ അവർ ഓൾറെഡി ഇവിടെ ഇതിൽ എത്തി. അപ്പോൾ പെട്ടി ഇവിടെ വെക്കട്ടെ. അതിന് ശേഷം റൂം കാണിച്ചു തരാം. റൂം ഇതാണ്. റൂം അവിടെ കിടന്നത് ഈ സാധനം അങ്ങനെ മടക്കി വെച്ചിരിക്കുകയായിരുന്നു. ഹാനി അത് ഇതാക്കി. ഓക്കെ, ഇവിടെ സോഫ ഇരിക്കാനുള്ളത്. അതിനുശേഷം ചായ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഫ്രിഡ്ജ്, ബാൽക്കണി. ഓ മൈ ഗോഡ്, സൂപ്പറാണല്ലോ. സൂപ്പറാണ്. ഇവിടെ നമുക്ക് പുറത്തെ വ്യൂ അടിപൊളിയായിട്ട് കിട്ടില്ലേ? പുറത്തെ വ്യൂ തുറന്നല്ലത്. ഓ, ഇതിൻ്റെ ബാക്കിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ളതും വേറെ കുറേ വീടുകളും. ഫീൽഡാണ് അത്, ഫുട്ബോളിൻ്റെ ആണ് അത്. എന്നിട്ട് ഫുട്ബോളിൻ്റെ ആയിട്ടില്ല, വേറെ എന്തോ ഫീൽഡാ. അതെ, അടിപൊളി ഇതാണ്. സൂപ്പർ സ്ഥലം, സൂപ്പർ സ്ഥലം, സൂപ്പർ സ്ഥലം. യെസ് ബേബി. കാർട്ടൂൺ. ഓ കാർട്ടൂൺ, യു വാണ്ട് കാർട്ടൂൺ? ഓക്കെ. ഇതിൽ എവിടെയാണ് വാഷ്റൂം? എവിടെ വാഷ്റൂം? വാഷ്റൂം ഇവിടെ അല്ലേ? വാഷ്റൂം അവിടെയാണോ? അത് മിററാണ്. വാഷ്റൂം എവിടെ പോ? വാഷ്റൂം വേർ ഈസ് വാഷ്റൂം? ഇവിടെയാണ് വാഷ്റൂം. എന്താ, ഞാൻ വാഷ്റൂം എവിടെ തിരഞ്ഞു നിൽക്കായിരുന്നു. ഓ, ഇവിടെ താക്കിച്ചില്ലൊക്കെ. നമ്മൾ ചെറിയൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴാണ് ഇവരെ റൂമിൻ്റെ കീ കിട്ടിയത്. അപ്പോൾ എന്തായാലും അതൊന്ന് കണ്ടിട്ട് വരാമെന്ന് കരുതി. ഇതാ നമ്മളതേ റൂം, നേരെ ഓപ്പോസിറ്റ് എല്ലാ സാധനങ്ങളും ഉണ്ട്. വേറെ റൂം ഇങ്ങനെയാണ്. ഇവിടെ വേറെ ഡിസൈനിലുള്ളൊരു ചിത്രമാണ് ഉള്ളത്. ബാക്കിയെല്ലാം അവിടുത്തെ അതേപോലെ തന്നെയാണ്, സെയിം. ലൈറ്റ് ഓൺ ആക്കട്ടെ. ഓക്കെ, അവന്മാരവിടെ നിന്ന് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അവന്മാരെ അവിടെ നിന്ന് ഓടിച്ച് ഇങ്ങോട്ട് കയറ്റണം. ചാവി എടുക്കാം.
ഓക്കെ. അപ്പുറത്ത് റൂമാരെ തുറന്നിട്ടുണ്ട്.